നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ സാമൂഹ്യ, രാഷ്ട്രീയ, പാരിസ്ഥിതിക, ആത്മീയ, സംഘടനാപരമായ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും സാമ്പത്തികം ഉൾപ്പെടെ നിങ്ങൾ നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ന് വേറൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ PK ഫിറോസിൻ്റെ ഒരു പത്രസമ്മേളനം കാണാനിടയായി. എത്ര കൂളായിട്ടാണ് ഫിറോസ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അത് ആ ഫിറോസ് കൂളായിട്ട് കൈകാര്യം ചെയ്തതോ അല്ലെങ്കിൽ ഫിറോസിൻ്റെ ആ ഒരു ഗാംഭീര്യമൊന്നും അല്ല എന്നെ ആകർഷിച്ചത്. ഫിറോസ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. അത് കേരള സമൂഹത്തിലെ ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർ, മുതിർന്നവരും ചർച്ച ചെയ്യണം, പക്ഷേ ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് അതോ ജപ്പാനിൽ നിന്ന് തന്നെയാണ് കുറച്ച് പേർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പേർ ഒരു സമ്മേളനത്തിന് ഇന്ത്യയിൽ വന്നു. അവർ കേരളത്തിലും എത്തിയപ്പോൾ ഇവിടുത്തെ DYFI സഹാക്കളെ കണ്ടു. പാർട്ടിക്കാരെ, CPM-കാരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു. അപ്പോൾ അവർ പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടിയുടെ നേതാക്കളാണ്. അതൊക്കെ വളരെ സന്തോഷമായി. സഹാവ്, കൊമ്മറയുടെ സഹാവ് എന്നൊക്കെ പറഞ്ഞ് അന്ന് സെൽഫി എടുക്കുന്ന കാലമില്ല, മൊബൈലില്ല. അപ്പോൾ അതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, സഹാക്കളെ നിങ്ങൾ വാട്ട് ഈസ് യുവർ ജോബ് എന്ന് ചോദിച്ചു. എന്താണ് നിങ്ങളുടെ ജോലി? അപ്പോൾ പറഞ്ഞു ഞങ്ങൾ പൊളിറ്റിക്സാണ് ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു. അപ്പം അവർ ചിരിച്ചിട്ട് പറഞ്ഞു നോ അതർ ജോബ്, വേറൊരു ജോലിയില്ല. അപ്പോൾ ഇൻകം എവിടെ നിന്ന്? ആ വഴി ഇവർ പെട്ടു, നമ്മുടെ സഹാക്കൾ പെട്ടു. ശരിയാണ്, പൊളിറ്റിക്സിൽ വരുമാനമില്ലല്ലോ, ഇൻകം എവിടെ നിന്നാണ്? അപ്പോൾ തിരിച്ച് ചൈനക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ജോലി? അപ്പോൾ ചൈനക്കാർ പറഞ്ഞു ഞങ്ങളവിടെയുള്ള എല്ലാവർക്കും ജോലിയുണ്ട്, അവർക്ക് സ്വന്തമായി വരുമാനവുമുണ്ട്, അഡീഷണലാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഫീൽഡ്. അപ്പോൾ ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് പോയിരിക്കുന്നവരൊക്കെ ബിസിനസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടും. അവർ കൃത്യമായി ഇൻകം ടാക്സും മറ്റുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ആ വരുമാനത്തിൽ നിന്ന് ചെറിയ ഭാഗം രാഷ്ട്രീയ പ്രവർത്തന ഭാഗമായി പോവുകയും ചെയ്യും. ഇവിടെ 2 ഷർട്ടും അല്ലെങ്കിൽ 1 ഷർട്ടും വെള്ള ഉടുപ്പും വെള്ള ഷർട്ടും ഇട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ 4 ദിവസത്തിനകത്ത്, അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത്, അല്ലെങ്കിൽ 1 മാസത്തിനകത്ത്, അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് സെക്രട്ടറി ആവും. അത് ബ്രാഞ്ച് സെക്രട്ടറി ആവാം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവാം, പിന്നെ അത് കഴിഞ്ഞിട്ട് മേഖലാ കമ്മിറ്റി ആകാം, മണ്ഡലം കമ്മിറ്റി ആകാം. ഇങ്ങനെ ആയി വരുമ്പോൾ കുറച്ച് പേരെങ്കിലും വലിയ സമ്പന്നരാകുന്നുണ്ട്. കുറച്ച് പേരെ കയ്യിൽ നിന്ന് പണം പോകുന്നുണ്ട്. ഒരുപാട് പേര് സ്വന്തം കയ്യിലെ പോക്കറ്റിലെ പണം കൊടുത്ത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവസാനം മുച്ചൂടും മുടിഞ്ഞ് കുടുംബം ഇല്ലാതായിട്ടുള്ള ഒത്തിരി രാഷ്ട്രീയ നേതാക്കളുണ്ട്. പക്ഷേ പിന്നാലെ ഇലക്ഷനിലൊക്കെ നിന്ന് മുടിഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം നന്നായി തടിച്ചു കൊഴുക്കുന്നു. അവിടെയാണ് ഫിറോസ് പറഞ്ഞത് രാഷ്ട്രീയക്കാർക്ക് തൊഴിൽ വേണം, അതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു, ഞാൻ ദുബായിലും വിദേശ രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നു, അത് പ്രോപ്പറായ ബിസിനസ്സാണ്, അതിൽ ഞാൻ പാർട്ട്ണറാണ്, അതിലെനിക്ക് ഇൻകം ഉണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടിയിൽ നിന്ന് ഒരു ദിവസം 1000 മുതൽ 2000 രൂപ എനിക്ക് ഡീസലും പെട്രോളും അടിക്കാൻ വേണമെങ്കിലും 1 രൂപ പോലും ഞാൻ പാർട്ടിയിൽ നിന്ന് വാങ്ങുന്നില്ല. പാർട്ടിക്ക് ഇടയ്ക്ക് ആവശ്യമായ കൊച്ചു പരിപാടികൾക്ക് എനിക്ക് പണം കൊടുക്കാൻ കഴിയുന്നു, എനിക്ക് ബിസിനസ് ഉണ്ട്, ഞാൻ പാർട്ട്ണറാണ് എന്ന്. പിന്നെ അതിൽ കുഴപ്പമുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട്. ഇൻകം ടാക്സ് വഴിയോ ED വഴിയോ എന്തെല്ലാം സംവിധാനമുണ്ട്, UDF അല്ലല്ലോ, LDF അല്ലേ, എന്തെല്ലാം അത് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതൊന്നും പറയാതെ എയറിൽ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ് നമ്മുടെ KT ജലീൽ സാഹിബ്. KT ജലീൽ സാഹിബിനോട് പറയാനുള്ളത്, നിങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു അടഞ്ഞ അധ്യായം പോലെയാണ് പോകുന്നത്. നിങ്ങൾക്ക് വലിയ ഭാവി ഉണ്ടായിരുന്നു, CPM-ൻ്റെ കൂടെ നിന്നിട്ട് വലിയ ഭാവി ഉണ്ടായിരുന്നു. 2-3 ഘടകങ്ങൾ. ഒന്ന്, താങ്കൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. രണ്ടാമത്, താങ്കൾ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ്. CPM-ലൊന്നും അങ്ങനെ ന്യൂനപക്ഷ സമുദായക്കാരില്ലല്ലോ, വളരെ വിരലിലെണ്ണാവുന്നില്ലല്ലോ. ഒരു പാലോള് മുഹമ്മദ് കുട്ടിയോ അങ്ങനെ ഒരു കരിമോ അങ്ങനെ വളരെ വിരലിലെണ്ണാവുന്നവരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് വലിയ ഭാവി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭാവി താങ്കൾ ഇല്ലാതാക്കി. സ്വപ്നയെന്നും സരിതയെന്നും ഉള്ള വിഷയങ്ങളെല്ലാം താങ്കൾ കൊണ്ട് തലവച്ചു. ഈന്തപ്പഴമെന്നും ഖുറാനെന്നും ഒക്കെ പറഞ്ഞ് വിശ്വാസ സമൂഹത്തെ പോലും വിറപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ താങ്കൾ ചെയ്തു. താങ്കൾ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ഒരുപാട് ആക്ഷേപങ്ങളാണ് കൂടുതലുമുള്ളത്. അതുകൊണ്ട് താങ്കൾ വെറുതെ ഇങ്ങനെ വർത്തമാനം പറയാതെ ഫിറോസിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരിക. അത് കറക്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യൂത്ത് ലീഗിലെ നല്ലൊരു നേതാവാണ് അദ്ദേഹം. ബിസിനസ് ചെയ്ത് കാശും കൂടെ ഉണ്ടാക്കിയിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് നിൽക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമാണ്. എല്ലാ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ തൊഴിൽ കൂടി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടില്ല. വരുമാനം ഇല്ലാതിരിക്കുമ്പോഴാണ് അഴിമതി നടത്താനുള്ള കൂടുതൽ ട്രെൻഡ് വരുന്നത്. മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇല്ലാന്നേ, 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, അല്ല. അതുകൊണ്ട് നിങ്ങൾ പാർട്ട് ടൈം ജോബുകൾ കൂടി ചെയ്ത് തുടങ്ങണം.